Morning. Even this will not be enough. The inequality inherent in the four caste system must be rooted out. Many people mock at the principles of equality. Naturally, no man is another's equal. One has an impressive physique, another is slow-witted. The mockers think that in view of these inequalities that men are born with, the egalitarians are absurd in telling us to regard them as equals. One is forced to say that these mockers have not understood fully the principles of equality. So, ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ ഒരു പ്രത്യേക വിഭാഗം കാസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാൻ, മറ്റുള്ള ആൾക്കാരിൽ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ അല്ലേ. സോ അതിനെ പരിഹസിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പർ ക്ലാസ്സിൽ ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ എന്താണ്, ഒരു ജന്മന ഉള്ള ഒരു കുറവ് കാരണമല്ല ഒരാളും എന്ത് ചെയ്യുന്നത്, ഒരു താഴ്ന്ന കാസ്റ്റിൽ ആയി വരുന്നത്. If the principle of equality means that privilege should depend not on birth, wealth, or anything else, but solely on the merits of each man, then how can it be demanded that a man without merit and who is dirty and vicious should be treated on a level with a man who has merit and is clean and virtuous? Such is a counter question sometimes posed. It is essential to define equality as giving equal privileges to men of equal merit. സോ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യുകയാണ്. അതൊരിക്കലും ബർത്ത് ബേസ് അല്ലെങ്കിൽ വെൽത്ത് ബേസ് അല്ലെങ്കിൽ മറ്റെന്തിനേയും വെച്ചിട്ടല്ല നമുക്ക് കിട്ടേണ്ടത്. ഓൾ ഡിസേർവ് ദ ഇക്വാലിറ്റി, ബട്ട് അത് ആരുടെ കയ്യിൽ മാത്രം നിൽക്കുന്നു, ഉയർന്ന വിഭാഗം ആ ഒരു അപ്പർ ക്ലാസ് പീപ്പിൾ മാത്രം എന്ത് ചെയ്യാണ്, അവർക്ക് മാത്രം അനുഭവയോഗ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. അവരുടെ ആ ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ അവർക്ക് മാത്രം കിട്ടുന്ന ഫ്രീഡംസ് അല്ലേ. സോ സച്ച് എ കൗണ്ടർ ക്വസ്റ്റ്യൻ സംടൈംസ് പോസ്ഡ്. അതുപോലെ തന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ പ്രിവിലേജസ് ടു മാൻ ഓഫ് ഈക്വൽ മെറിറ്റ്. But before people have had an opportunity to develop their inherent qualities and to merit privileges, it is just to treat them all equality. In sociology, the social order is itself the most important factor in the full development of equalities that any person may possess at birth. If slaves are constantly treated unequally, they will develop no qualities other than those appropriate to slaves, and they will never become fit for any higher status. If the clean man always repulses the unclean man and refuses to have anything to do with him, the unclean man will never develop the aspiration to become clean. If the criminal or immoral caste are given no refuge by the vicious caste, the criminal caste will never learn virtue. സോ എന്ത് ചെയ്യാണ്, ഉയർന്ന വിഭാഗത്തിൽ പെടുന്ന ഒന്നും തന്നെ താഴ്ന്ന വിഭാഗത്തിൽ പെടുന്നതിനെ ഉയർത്തിയെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്ന് പറയാൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, പല പല കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അല്ലേ. ഇക്വാലിറ്റി ഫേസ് ചെയ്യാത്ത അല്ലെങ്കിൽ അനുഭവയോഗ്യമല്ലാത്തവർക്ക് വേണ്ടി ഇക്വാലിറ്റി അനുഭവിക്കുന്നവർ എന്ത് ചെയ്യില്ല, ഇറങ്ങി വരില്ല. അതുപോലെ തന്നെ ക്രിമിനൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവില്ല.
സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരിക്കലും ബ്രാഹ്മിൻസ് എന്ത് ചെയ്യില്ല, സ്വയം പറയുകയാണ് നാളെ തൊട്ട് ഈ ഒരു സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് അവർ വരില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു റൈറ്റ്സിന് വേണ്ടി നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. The examples given above show that although an equal treatment may not create good qualities in which who does not have them at all, even such qualities where they exist need equal treatment for their development. Also, developed good qualities are wasted and frustrated without equal treatment. So, മുകളിൽ കൊടുത്ത ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ് ക്വാളിറ്റീസ് ഒരിക്കലും എന്തല്ല, ആ ഒരു ഗുഡ് ക്വാളിറ്റീസിൻ്റെ ബേസിലല്ല എന്ത് ചെയ്യുന്നത്, അവിടെ ഓരോ ആൾക്കാരെയും എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെവലപ്ഡ് ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെയും കൊണ്ട് എന്ത് ചെയ്യില്ല, അത് സാധ്യമല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഉയർന്ന പൊസിഷൻസ് കംപ്ലീറ്റ് ആർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നതാ, ഉയർന്ന കാസ്റ്റിലുള്ളവർക്ക്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ജോബ്സും സെക്യൂർ ആയിരുന്നത് അപ്പർ ക്ലാസ്സിലുള്ളവരാണ്. സോ ലോവർ ക്ലാസ്സിലുള്ള മെജോറിറ്റി പീപ്പിൾ എന്താണ്, തൊഴിലില്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ അവർ വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരിരുന്ന് കസ്റ്റമേഴ്സായിട്ട് ആര് വരില്ല, ഉയർന്ന കാസ്റ്റിലുള്ളവർ വരില്ല. അവരുടെ കയ്യിലാണ് എന്തുള്ളൂ, ക്യാഷ് ഉള്ളൂ. സോ എന്തുകൊണ്ടും നോക്കുമ്പോൾ ലോവർ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്, താഴ്ന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. On the one hand, the inequality in Hindu society stunts the progress of individuals and the consequence stunts society. On the other hand, the same inequality prevents society from bringing into use powers stored in individuals. In both ways, this inequality is weakening Hindu society, which is in disarray because of the four caste system. സോ ഈ ഒരു സൊസൈറ്റിയെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഫോർ കാസ്റ്റ് സിസ്റ്റം, അപ്പർ ക്ലാസ് തൊട്ട് ലോവർ ക്ലാസ് വരെ വരുന്ന ഈ ഒരു ഫോർ കാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hence, if Hindu society is to be strengthened, we must uproot the four caste system and untouchability, and set the society on the foundations of the two principles of one caste only and of equality. The way to abolish untouchability is not any other than the way to invigorate Hindu society. Therefore, I say that our work is beyond doubt as much for the benefit of the nation as it is in our own interest. സോ ഈ ഒരു സൊസൈറ്റി സ്ട്രെങ്തൺ ആവണം. അപ്പോൾ വീക്കാണെങ്കിൽ സ്ട്രെങ്തൺ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് അൺടച്ചബിലിറ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അപ്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അത് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇക്വാലിറ്റി പോസിബിളേ അല്ല. അപ്പോൾ അൺടച്ചബിൾ ആയിട്ടുള്ള ഒരാളും അപ്പർ ക്ലാസ്സിലുള്ള ഒരാളും മാരി ചെയ്യില്ല, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കില്ല, ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല, അവർ തമ്മിലൊരു ബിസിനസ് ഉണ്ടായിരിക്കില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കില്ല. സോ ഇക്വാലിറ്റി എന്ത് ചെയ്യില്ല, കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. സോ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്, ക്ലെയിം ചെയ്യേണ്ടത്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, അപ്പർ ക്ലാസ്സിലുള്ള ഒരാൾ നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരില്ല. Our work has been begun to bring about a real social revolution. Let no one deceive himself by supporting that it is a diversion to quieten minds entranced with sweet words. The work is sustained by strong feeling, which is the power that drives the movement. No one can now arrest it. I pray to God that the social revolution
which begins here today may fulfill itself by peaceful means. സോ ഇത്രയും നേരം ബി.ആർ. അംബേദ്കർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട്ട് ഹീസ് ഇൻറ്റൻഡിങ് ടു ഡു. എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ത്രൂ ദ സത്യാഗ്രഹ. അങ്ങനെ ഒരു സത്യാഗ്രഹം ചെയ്യുന്നതിലൂടെ എന്താണ്? ഒരു ധിക്കാരമല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഒരു എവിൾ ആയിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്, സൊസൈറ്റീനെ എങ്ങനെയാണ് അത് വീക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൺവിൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേ സ്വഭാവ രീതിയിലുള്ള കുറച്ച് റെവല്യൂഷൻസിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഓഡിയൻസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജപ്പാനിലെ ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം സാമുറൈസിൻ്റെയൊക്കെ ഇൻസിഡൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോമിലെ സിറ്റുവേഷൻ അദ്ദേഹം പ്ലീബിയൻസും പാട്രീഷ്യൻസും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് അൺടച്ചബിലിറ്റി പോവണമെങ്കിൽ അതിന് നമ്മൾ ഓരോരുത്തരും തന്നെ എന്ത് ചെയ്യണം? മുന്നിട്ടിറങ്ങണം. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവരോട് പറയുന്ന കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിലേക്ക് എത്തുകയാണ്. ഐ പ്രേ ടു ഗോഡ് ദാറ്റ് ദ സോഷ്യൽ റെവല്യൂഷൻ വിച്ച് ബിഗിൻസ് ഹിയർ ടുഡേ. സോ ഈ ഒരു സാമൂഹിക വിപ്ലവം ഇന്നിവിടെ തുടങ്ങുകയാണ്. എങ്ങനെ? വാളെടുത്തിട്ടോ ബ്ലഡ് ഷെഡ് ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല, പീസ്ഫുള്ളി മീൻസ്. None can doubt that the responsibility of letting the revolution take place peacefully rests more heavily on our opponents than on us. Whether this social revolution will work peacefully or violently will depend wholly on the conduct of the caste Hindus. People who blame the French National Assembly of 1789 for atrocities forget one thing, that is if the rulers of France had not been treacherous to the assembly, if the upper classes had not resisted it, had not committed the crime of trying to suppress it with foreign help, it would have had no need to use violence in the work of the revolution, and the whole social transformation would have been accomplished peacefully. സോ എന്ത് ചെയ്യാണ്? ഫ്രഞ്ചിൽ അങ്ങനെ ആ ഒരു റെവല്യൂഷൻ നടന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പീപ്പിൾ ഹു ബ്ലെയിം ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഓഫ് 1789, അതുപോലെ തന്നെ ഫോർ അട്രോസിറ്റീസ് ഫോർഗെറ്റ് വൺ തിങ്. സോ ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്ന ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ എന്ത് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ടാണ് ആ ഒരു റെവല്യൂഷൻ വരുന്നത്. സോ അതുപോലെ അദ്ദേഹം ആശിക്കുകയാണ് എന്ത്? അതിന് ഫ്രഞ്ചിൽ നടന്ന ആ ഒരു വിപ്ലവത്തിന് ശേഷം അവിടെ വന്നിട്ടുള്ള ആ ഒരു പ്രോസ്പെരിറ്റി പോലെ നമ്മളുടെ ഇന്ത്യയിലും എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. We say to our opponents too, please do not oppose us. Put away the orthodox scriptures. Follow justice. And we assure you that we shall carry out our program peacefully. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്? നമ്മളുടെ ഈ ഒരു പ്രവൃത്തി, ഉദ്യമം അല്ലേ? സോ അത് എങ്ങനെയായിരിക്കണം? ഫോളോ ജസ്റ്റിസ് ഫോളോ ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അത് എങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമാണ്? പീസ്ഫുള്ളി ഫോർ എ ബെറ്റർ ലൈഫ്, ബെറ്റർ ഫ്യൂച്ചർ.